ഹൈക്കോടതി ഉത്തരവ് വന്ന് 5 വർഷമായിട്ടും എറണാകുളം കോന്തുരുത്തി പുഴപ്പുറം പോക്കിൽ താമസിക്കുന്നവരുടെ പുനരധിവാസം നടപ്പായില്ല. 1 വർഷത്തിനുള്ളിൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ച് പുഴയുടെ നീരൊഴുക്ക് വീണ്ടെടുക്കണമെന്നായിരുന്നു കോടതി ഉത്തരവ്. പുനരധിവാസത്തിന് പണം നൽകാമെന്ന വാഗ്ദാനം കടലാസിൽ ഒതുങ്ങിയെന്നാണ് പരാതി. ഈ വിധി നടപ്പാക്കാൻ 1 വർഷത്തെ കാലാവധിയും ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു. പക്ഷേ ഈ വിധി വന്ന് 5 വർഷം കഴിഞ്ഞിട്ടും ഇത് നടപ്പാക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അതിനെ തുടർന്ന് നിരവധി ഹൈക്കോടതി വിമർശനങ്ങളും ഗവൺമെന്റിനെതിരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ഇതൊരു പ്രത്യേക സാമ്പത്തിക പാക്കേജായി പരിഗണിച്ച് അടിയന്തരമായി തീർപ്പുണ്ടാക്കണമെന്നും ഇതിനാവശ്യമായ 24.82 കോടി രൂപ അനുവദിക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. TJ വിനോദ് MLA സബ്മിഷനായി നിയമസഭയിൽ അവതരിപ്പിച്ചത് 129 കുടുംബങ്ങളുടെ ജീവിതമാണ്. കോടതി വിധി വന്ന് 5 വർഷമായിട്ടും പുനരധിവാസത്തിന് സർക്കാരിന്റെ കരുണ കാത്തിരിക്കുകയാണ് എറണാകുളം കോന്തുരുത്തി പുഴപ്പുറം പോക്കിലുള്ളവർ. വെള്ളമാണ്, എപ്പോഴും വെള്ളമാണ് പെരക്കാത്ത്. ഞങ്ങൾ 45-50 കൊല്ലം 51 കൊല്ലം ഞാൻ ഇവിടെ വന്ന് താമസിക്കണം. എന്നിട്ട് 5 കൊല്ലമായിട്ട് ഇതേ കോടതി വിധിയായേക്കണേന്ന് പോണെന്നും പറഞ്ഞു. എന്നാൽ പോണുമില്ല. ഞങ്ങൾ വെറുതെ എവിടെ പോകാനാ? 2 മക്കളും അവർക്ക് 2 മക്കളും. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. വെള്ളം വന്നു കഴിഞ്ഞ് ഈ പെരടാക്കാൻ മുഴുവൻ വെള്ളം കയറും. ഞങ്ങളുടെ മകനുള്ളത് നേരത്തെ മരിച്ചുപോയി. മകളെ കെട്ടിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ആരും ഒരു ഇതില്ലാതെ ഞങ്ങൾ ജീവിക്കണേ. പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തിയും തകർന്നു വീഴാറായ മേൽക്കൂരയും ഇവർക്കെന്നും പേടി സ്വപ്നമാണ്. കാറ്റിനെയും മഴയെയും വീടിനുള്ളിൽ നിറയുന്ന മലിനജലത്തെയും ഭയക്കാതെ കൂരയ്ക്കുള്ളിൽ തലചായ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോന്തുരുത്തി നിവാസികൾ. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വരുന്ന എല്ലാവരും വരും നോക്കും പോകും എന്നല്ലാതെ ഇതിനൊരു തീരുമാനം ഇതുവരെ ആവുന്നില്ല. ഞങ്ങൾ ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ കിടക്കുന്നു. എന്ത് ചെയ്യുമെന്ന് നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നും ചെയ്യണില്ല. ഇങ്ങനെ ഓരോ വിധികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലാതെ ഓരോ കാര്യങ്ങളൊന്നും നടക്കണില്ല. ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്കിത് സ്വന്തമായിട്ട് എന്നാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കടവോ വിലയോ മേടിച്ച് എന്തെങ്കിലും ചെയ്ത് വെള്ളം കയറാത്ത വിധത്തിലാക്കി കിടക്കാം. ഞങ്ങൾക്കൊരു കിടപ്പടം വേണമല്ലോ. കോന്തുരുത്തി പുഴപ്പുറം പോക്കിൽ താമസിക്കുന്ന 129 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച് കനാൽ നവീകരിക്കാൻ കോടതി ഉത്തരവിട്ടത് 2020-ലാണ്. പുനരധിവാസത്തിനായുള്ള 24,82,00,000 രൂപ സർക്കാർ ഇനിയും അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ 45 വർഷത്തോളമായി ഈ ദുർഗന്ധം വമിക്കുന്ന ജലത്തിലാണ് ഇവരുടെ ജീവിതം. കോന്തുരുത്തി നിവാസികളുടെ ആവശ്യം പുനരധിവാസമാണ്. കനാൽ നവീകരണം സർക്കാർ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ പുനരധിവാസവും ഉറപ്പാക്കണമെന്നുള്ളതാണ് ഇവരുടെ ഏക പ്രതീക്ഷ. അലോഷിക്കൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.